ഹലോ, വെജിറ്റബിൾ വിഭവങ്ങൾ ചേർത്ത് ഇന്നത്തെ ഉച്ചയൂണ് കാണാം. സാമ്പാർ, ചെറുപയർ തോരൻ, തേങ്ങാ സംബന്ധി, പിന്നെ ഒരു കൂടെ ഒരു മുട്ട പൊരിച്ചത് കൂടെ ഉണ്ട്. എങ്കിലും എല്ലാം കൂടെ ചേർത്ത് ഉച്ചയൂണ് കാണാം. സാമ്പാറിന് ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു. തക്കാളി, സവാള, വയലറ്റ് വഴുതന, പിന്നെ നമ്മുടെ മസൂർ ദാൽ പരിപ്പ് കൊണ്ടാണ് പെട്ടെന്ന് ഇത് കിട്ടും. തിളച്ച് കഴിഞ്ഞാൽ ഉടനെ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ സാമ്പാറും കഷ്ണവും ഒപ്പത്തിനൊപ്പം വേവും. പിന്നെ നമുക്ക് മസാല പൊടിയും ചേർത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ഉരുവാപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മതി. നല്ല സംബന്ധിയാണ്. പയർ തോരന് തേങ്ങ, മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, പച്ചമുളക് ചേർത്തില്ല, കറിവേപ്പില, ജീരകം ഇതൊക്കെ ചേർത്തു. പയർ വെന്തു, ഉപ്പ് ചേർത്തു, കറക്റ്റായിട്ട് വെന്ത് കിട്ടി. 1/2 ഗ്ലാസ് ചെറുപയറാണ് എടുത്തത്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളച്ചിട്ട് ലോ ഫയറിൽ അടച്ച് വെച്ചിട്ട് ഞാൻ ഒരു 10 മിനിറ്റൊക്കെ മൊബൈലൊക്കെ നോക്കി. തിരിച്ച് വന്നപ്പോഴത്തേക്കും 15-20 മിനിറ്റൊക്കെ ആയി. കറക്റ്റായിട്ട് പയർ വെന്തു, മസാലയൊക്കെ ഇട്ടു. അപ്പോൾ നമ്മുടെ പയർ തോരനും റെഡി. വെള്ളം കംപ്ലീറ്റ് വറ്റി. ഇനി വേണമെങ്കിൽ കടുക് വറക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അതിന് കടുക് വറക്കുന്നത് എല്ലാത്തിനും കടുക് വറുത്തും ആയാലും എണ്ണ ധാരാളം അകത്ത് ചെല്ലും. ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് ഓഫ് ചെയ്യാം. സാമ്പാർ വെച്ച് കഴിഞ്ഞപ്പോൾ ഓർത്ത് ഒരു നല്ല തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം. കുറച്ച് തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, ഉപ്പ്, പുളി എല്ലാം കൂടെ ചേർത്ത്. ചുവന്നുള്ളി അധികം വെക്കണ്ട, കാരണം 2 ദിവസത്തേക്ക് ഇരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ചുവന്നുള്ളി അധികം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ടേസ്റ്റ് വ്യത്യാസം വരും. അല്പം ചേർക്കാം, അല്ലെങ്കിൽ ഒട്ടും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എടുക്കാം. ബാക്കി നാളെ രാവിലെ ദോശ ഇഡ്ഡലി ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ എടുക്കാം. അതോടൊപ്പം തന്നെ ഉഴുന്നും പച്ചരിയും വെള്ളത്തിലിട്ടിട്ടുണ്ട്. വൈകിട്ട് അരയ്ക്കണം. അപ്പം നമുക്ക് ദോശ ഇഡ്ഡലി ഉണ്ടാക്കാം. അതുകൊണ്ട് സംബന്ധി സാമ്പാറുള്ളതുകൊണ്ട് അപ്പം രണ്ട് ഉച്ചക്കലത്തെ ഭക്ഷണത്തിനും കൂടെ എടുക്കാം, നാളെ രാവിലെ എടുക്കാം. അപ്പോൾ രണ്ടും റെഡിയാവും. ഇനി ഒരു മുട്ട പൊരിക്കാനുള്ള പുറപ്പാടാണ്. ഒരു മുട്ട, ഇതിനും പച്ചമുളക്, അല്പം മുളക് പൊടി, കറിവേപ്പില, ഉപ്പ്, മുട്ട, തേങ്ങാപ്പീര അടിയിലിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു മുട്ട പൊരിച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയൂണിന് തേങ്ങാപ്പീരയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത്തിരി എരിവോട് തന്നെ ഇരിക്കട്ടെ. ഒരല്പം ഒന്ന് പരത്താം. ലോ ഫയറിൽ വെച്ച് മുട്ട വേകട്ടെ. രാവിലെ ഇന്ന് വട്ടയപ്പമായിരുന്നു. അതൊക്കെ കഴിച്ചു. 2 പാത്രം ഉണ്ടായിരുന്നു, ഞങ്ങൾ കഴിച്ചു. ബാക്കി വന്നത് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഉച്ചക്കത്തെ ഊണിൻ്റെ വിഭവങ്ങളൊക്കെ ആക്കിയത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. വിഭവങ്ങൾ: ചോറ്, സാമ്പാർ, പെട്ടെന്നുണ്ടാക്കിയ സാമ്പാറാണ്, ചെറുപയർ തോരൻ, മുട്ട പൊരിച്ചത്, നല്ല ചുള്ളെന്നുള്ള പച്ചമുളകും
ചുവന്ന മുളക് പൊടിയും ഒക്കെ ചേർത്ത് പുളിയും ഒക്കെ ചേർത്ത് കറിവേപ്പില എല്ലാം കൂടെ ചേർത്തുള്ളൊരു തേങ്ങാ ചമ്മന്തി. ഇത് ഇന്ന് ഉച്ചയ്ക്കും കഴിച്ചിട്ട് നാളെ രാവിലെ ദോശയ്ക്ക് ഇഡ്ഡലിക്കും കൂടാണ്. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സാമ്പാറും അതേപോലെ തന്നെ ഈ തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയത്. അപ്പം നാളെയും കൂടെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം.